ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ബ്രോക്കിങ്ങിനകത്ത് എങ്ങനെയാണ് നമുക്കൊരു ഇൻട്രാഡേ ട്രേഡിംഗ് പൊസിഷൻ എടുക്കാമെന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നമ്മളാദ്യം ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. ഞാൻ ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് കിറ്റെക്സ് ആണ്. ഞാനത് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നിൽക്കുന്ന പ്രൈസ് 232 -5 റുപ്പീസ് ആവശ്യം ഇന്ന് ടുഡേ ലോസാണ്. അപ്പോൾ ഞാനൊരു റിവേഴ്സ് പൊസിഷൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഈ ട്രേഡ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബൈ ആണ് എടുക്കുന്നത്. ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നത് 100 ക്വാണ്ടിറ്റിയാണ്. ഏകദേശം 100 ക്വാണ്ടിറ്റിക്കുള്ള സ്ക്രീൻ പോയി 100 ക്വാണ്ടിറ്റിക്കുള്ള മാർജിൻ ഏകദേശം ഉണ്ട്. അതായത് 100 ക്വാണ്ടിറ്റി 232.55 എനിക്ക് മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു 4659 രൂപയാണ് മാർജിൻ വേണ്ടത്. ഇപ്പോൾ കറണ്ട് പ്രൈസ് നിൽക്കുന്നത് 232 ആണ്. ഞാനൊരു ഈ 232.95 ആണ്. 232.55 ബൈ ഓർഡർ സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലിമിറ്റ് പ്രൈസ് നമുക്കത് ഒന്നുകിൽ മാർക്കറ്റ് പ്രൈസ്, അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് പ്രൈസ് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. ഒരു 232.55 തന്നെ കൊടുത്ത് നോക്കാം. നമ്മളത് ഈ താഴെ ബൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കൺഫേം ബൈ ചോദിക്കും. അത് കൺഫേം ബൈ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ കാണാൻ സാധിക്കും നമ്മുടെ പെൻഡിങ് ഓർഡറിൻ്റെ അകത്ത് ഈ ഓർഡർ നടക്കുന്നത്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത പ്രൈസ് എത്രയാണോ അത് 232.55 എന്നുള്ള പ്രൈസും കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ കാണിക്കും. ഇത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഇത് ഓർഡർ എക്സിക്യൂട്ട് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന്. അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് ഓർഡർ മാർക്കറ്റ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ പ്രൈസ് വീണ്ടും കൂടി 233.45 ആയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാൻ സാധിക്കും. ഞാൻ ബൈ എൻട്രി എടുക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബയ്യേഴ്സിൻ്റെ വോളിയം കൂടി വരുന്നുണ്ട്. അപ്പോൾ പ്രൈസ് കൂടാനാണ് ചാൻസ്. ഓക്കെ, നമുക്ക് കാണാൻ സാധിക്കും ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് ഓർഡർ. നമുക്ക് നോക്കാം. പെൻഡിങ് ഓർഡറിൻ്റെ അകത്ത് നിന്ന് മാറി പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പെൻഡിങ് ഓർഡറിൻ്റെ അകത്ത് ഒന്നുമില്ല, പൊസിഷൻ്റെ അകത്തുണ്ട്. നമുക്കിനി ഇതിനൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസ് എങ്ങനെ റിവേഴ്സ് ട്രെൻഡിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ചാർട്ടിനകത്ത് എടുത്ത് നോക്കാം ഏതാണ് നല്ല സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ പറ്റിയ പോയിന്റ് എന്ന് അറിയാൻ വേണ്ടി. ഇപ്പോൾ പ്രൈസ് രാവിലെ താന്ന് ഈ പോയിന്റ് വരെ വന്നിട്ടുണ്ട്, അതായത് 231 വരെ. അപ്പോൾ അതിൽ നിന്ന് താന്ന് പിന്നെ ഒരു 230 താന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൂടുതൽ ലോസിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ നമുക്കൊരു 229 പോയിൻ്റ് ഒരു ഫിഗർ ഒരു 5 രൂപ ലോസ് എന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. എൻ്റെ ബൈ പ്രൈസ് പറഞ്ഞാൽ 232.55 ആണ്. അപ്പോൾ 228.55 സ്റ്റോപ്പ് ലോസ് ചെയ്യാം. 29, 30, 31, 32 ഏകദേശം ഒരു 42 റുപ്പീസ് ലോസ് വന്നാലും അബൌട്ട് 400 റുപ്പീസ് ലോസ് വന്നാലും മാനേജ് ചെയ്യുന്ന രീതിയിൽ ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. താഴെ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ക്വാണ്ടിറ്റി അടിക്കുക. ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് 228.6 ആണ് ഞാൻ ട്രിഗർ പ്രൈസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് കൊടുക്കുന്നത് 55 മേടിച്ചത്, അതായത് 232.55 ആണ്. അപ്പോൾ ഞാൻ 28 ആണ് വയ്ക്കേണ്ടത്. 28 ഇവിടെ 28.55. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസ് താന്ന് 228.6 എന്നുള്ളതാകുമ്പോൾ ബ്രോക്കർ മാർക്കറ്റിലേക്ക് ഈ ഓർഡർ അയക്കുന്ന പ്രൈസ് എത്രയാണ് 88 ആയി പോയില്ല ടൈപ്പ് സെഷന് വീഡിയോ കൺഫ്യൂഷൻ പറ്റുന്നത്. ഓക്കെ, 228.55 എന്നുള്ള ഓർഡർ ആയിരിക്കും. ഞാനിവിടെ സെല്ല് കൊടുത്തു, കൺഫേം സെല്ല് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ നമ്മുടെ പെൻഡിങ് ഓർഡറിൻ്റെ അകത്ത് ഒരു 228 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൽ ഓർഡർ സെറ്റായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ കറണ്ട് പ്രൈസ് നിൽക്കുന്നത് 234 ആണ്. ഈ പ്രൈസ് എങ്ങാനും കുറഞ്ഞ് വന്ന് 228.6 വന്നിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവും. നമുക്ക് നമ്മുടെ പൊസിഷൻ ഇപ്പോൾ നോക്കാം എത്രയാണ്. പൊസിഷൻ കാണാൻ സാധിക്കും എബൌട്ട് 145 ആയി. നമുക്ക് വേണമെങ്കിൽ പിന്നെ ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഒരു റിവേഴ്സ് ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് ഞാൻ ഇങ്ങനെ എൻട്രി എടുത്തത്. നമുക്കിനി മിനിമം ഒരു പ്രോഫിറ്റ് എങ്കിലും എക്സ്പെക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്തേക്കുന്ന ഓർഡറിന് വേണ്ടി നമുക്ക് റിവേഴ്സ് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ 234 നമുക്ക് നമ്മുടെ ചാർട്ടൊന്ന് എടുത്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ചാർട്ടിനകത്ത് നിൽക്കുന്നത്. നമ്മുടെ 1 ഡേ മൂവിങ് ആവറേജിന് ഇത് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇനി 5 ഡേയ്സിൽ നമുക്ക് നോക്കാം. 5 ഡേയ്സ്, അതായത് 240 റേഞ്ചിലാണ് 5 ഡേയ്സിൻ്റെ മൂവിങ് ആവറേജ് നിൽക്കുന്നത്. അപ്പോൾ അതുവരെ എന്തായാലും ഒരു നമുക്ക് റിവേഴ്സ് ട്രെൻഡ് ചിലപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് 237, 238 വരെ. നമുക്ക് 1 മന്തിൻ്റെ വേണ്ടി ഒന്ന് എടുത്ത് നോക്കാം. 1 മന്തിൻ്റെ എടുത്ത് നോക്കിയാലും അവിടെ ഒരു 240 റേഞ്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ, നമുക്കെന്തായാലും ഒരു മിനിമം പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ഓർഡർ ക്ലോസ് ചെയ്യാനൊന്നും കാണിച്ചു തരാം. മിനിമം പ്രോഫിറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ. ഞാൻ ഇപ്പോൾ ഈ പെൻഡിങ് ഓർഡറിനകത്ത് കിടക്കുന്നതിനെ വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് ഇപ്പോൾ ഞാനൊരു 233.55 അങ്ങനെ സെറ്റ് ചെയ്യുവാണെങ്കിൽ, പക്ഷേ അത്രയും സെറ്റ് ചെയ്യുന്ന റിസ്ക്കാണ്. മിനിമം എനിക്കൊരു 100 റുപ്പീസ് പ്രോഫിറ്റ് കിട്ടും. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം, ഒരു 5-6 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്ന് അറിയാമല്ലോ. ഓക്കെ ഫ്രണ്ട്സ്, പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ഏഞ്ചൽ ബ്രോക്കിൽ അക്കൗണ്ട് എടുക്കാൻ ഫ്രീ ആണ്, നല്ലൊരു ബ്രോക്കറാണ്, വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും അധികം വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ട്രേഡിന് എക്സ്ട്രാ ചാർജ് എത്ര വരുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ബ്രോക്കറിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. നമുക്കിതോടെ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാർട്ടിൻ്റെ നമുക്ക് കാണാൻ സാധിക്കും ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന്. വൺ ഡേ എടുത്തു പോയി കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇതിനെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് പിന്നെ മുകളിലേക്ക് പോകാൻ തന്നെയാണ് ചാൻസ്. ഇതിപ്പോൾ ഓർഡർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്യണതിനെന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിനെ കാണണമെങ്കിൽ നമ്മുടെ ഒന്നെങ്കിൽ ഇത് നമുക്ക് മോഡിഫൈ ചെയ്ത് നമ്മുടെ പൊസിഷനിലേക്ക് നമുക്ക് വേണ്ട പോയിൻറ്റിലേക്ക് കൊണ്ടിടാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് സ്കോർ ഓഫ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ഒരു 175 പ്രോഫിറ്റ് എത്തിയാണ്. ഈ വീഡിയോ മൊത്തം ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി തൽക്കാലം വേണ്ടി ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ പെൻഡിങ്ങിൻ്റെ അകത്ത് വന്നു. നമുക്ക് ഇതിപ്പോൾ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസിന് ആവശ്യമില്ല. അത് ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മോഡിഫൈ ഉണ്ട്. ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഡയറക്റ്റ്ലി അവിടുന്ന് സ്ക്വയർ ഓഫ് ചെയ്യാനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ, ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്നൂടെ. ഇത് നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ക്യാൻസൽ കൊടുത്തു, കൊടുത്ത് നമുക്ക് ക്യാൻസൽ ഓർഡർ അതായത് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇപ്പോൾ ക്യാൻസൽ ചെയ്തു. എൻ്റെ പൊസിഷനിലുള്ള ഓർഡറിനെ എനിക്കിവിടെ സ്ക്വയർ ഓഫ് ചെയ്ത് ചെറിയതാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈ എക്സിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എത്ര പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസിലാണോ മാർക്കറ്റ് പ്രൈസിലാണെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ലിമിറ്റ് പ്രൈസ് എക്സിറ്റ് അടിച്ചു. നമ്മളിവിടെ താഴെ എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ എക്സിറ്റിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയാണോ പ്രൈസ് ഇരിക്കണേ, എത്രയാണോ പ്രോഫിറ്റ് ഇരിക്കണേ, അത്രയും മിനിമം എമൗണ്ട് നമുക്ക് പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടും. ഞാനത് വീഡിയോ ചെയ്യാൻ വേണ്ടി എക്സിറ്റ് ചെയ്യുകയാണ്, കാരണം ഇത് നല്ലൊരു പ്രോഫിറ്റിലേക്ക് പോകാൻ ചാൻസ് ഉള്ള ഒരു കേസാണ്. എന്നാലും വീഡിയോയുടെ കംപ്ലീഷൻ ആവേണ്ടത് ഓർത്താണ് ഞാൻ എക്സിറ്റ് ചെയ്യണം. എക്സിറ്റ് അടിച്ചു, കൺഫേം എക്സിറ്റ് അടിച്ചു, ഓർഡർ പ്ലേസ് ചെയ്തു. അത് ഞാൻ ലിമിറ്റിൽ കൊടുത്ത കാരണമാണ്. ഈ ലിമിറ്റ് വന്നാൽ മാത്രമാണ് അത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇത് മാർക്കറ്റ് പ്രൈസ് ചെയ്യേണ്ടി വരും. നമുക്കൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. 333.65 ആണ്. എന്തായാലും 85ലേക്ക് എത്താനായിട്ട് അധികം സമയം എടുക്കില്ലായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഡയറക്റ്റ്ലി അവിടെ നിന്ന് എക്സിറ്റ് ആ ഒരു പ്രൈസ് ലിമിറ്റ് പ്രൈസ് അടിച്ചാലാണ് പെൻഡിങ് പൊസിഷനാണ്. നമ്മളവിടെ മാർക്കറ്റ് പ്രൈസിൽ അടിച്ചിരുന്നെങ്കിൽ അപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് എന്താണോ ആ മാർക്കറ്റ് പ്രൈസിൽ ആ ഓർഡർ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ആയേനെ. നമുക്ക് 1 മിനിറ്റ് കൂടെ വേണ്ടി വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് പ്രൈസിലേക്ക് തന്നെ സ്വിച്ച് ചെയ്ത് നോക്കാം. ഇത് മിക്കവാറും 85ഉം 50ഉം 85 വലിയ വ്യത്യാസമില്ലാത്ത കാരണം അത് പെട്ടെന്ന് തന്നെ എക്സിക്യൂട്ട് ആവേണ്ടതാണ്. 40 ആയി. നമ്മളിപ്പോഴും പ്രോഫിറ്റ് ഒത്തിരി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 33. ഇത് ആ ഓർഡർ ഞാൻ തൽക്കാലം ഇപ്പം ഇത് കൊടുത്തും ക്യാൻസൽ ചെയ്യാം. കാരണം ഈ ഇപ്പം 33.2ലേക്കാണ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വളരെ ലോസായി പോകും. കാരണം എന്താ പറയുക, ഒട്ടും പ്രോഫിറ്റ് ഇല്ലാത്ത രീതിയിലേക്കായി പോകും. കാരണം നമുക്കൊരു ഓർഡറിന് മിനിമം ഒരു 20+20+ പിന്നെ ബാക്കിയുള്ള ചാർജ് ഒരു 50-55 രൂപ മിനിമം ബ്രോക്കറേജും അങ്ങനെയുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. മിനിമം ഒരു 100 റുപ്പീസെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയാലാണ് നമുക്കൊരു ഓർഡർ പ്രോഫിറ്റബിളായിട്ട് ബുക്ക് ചെയ്തു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അത് കാരണം ഞാനിപ്പോൾ ഇതാണ് പ്രോസസ്സ്. ശരിക്കും എക്സിറ്റ് അടിക്കുക, അവിടെ മാർക്കറ്റ് പ്രൈസിന് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ക്ലോസ് ആവാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഈ ഓർഡറും തൽക്കാലം ക്യാൻസൽ ചെയ്യുകയാണ്. ഞാൻ അവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിരിക്കുന്നവർക്കും ബോറടിക്കും. പ്രോസസ്സ് ഇതാണ്. മാർക്കറ്റ് അടിച്ചായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് എക്സിറ്റായി നമുക്കവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വോയിസ് ഇടാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കാണും. വോയിസ് ഇടാൻ മടിക്കണ്ട. എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബൈ.